ഇപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വളരെ മോശപ്പെട്ട തെറ്റായ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ഇന്ന് പൊതുവെ സ്വീകരിച്ചത്. അവസാന ഘട്ടങ്ങളിലെല്ലാം കണ്ടതാണ്. പെട്ടെന്ന് സഭാ നടപടികൾ നിർത്തിവെക്കാനായിരുന്ന ഒരു നാടകം അവിടെ ഇറങ്ങിയത്. അതിലേക്ക് മുന്നോട്ട് നയിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ബോധപൂർവം മതപരവും പ്രാദേശികവുമായ വിഭജനം സൃഷ്ടിക്കാൻ ഒരു വിശാല സഖ്യപ്രവർത്തനത്തോടുകൂടിയുണ്ട്. നിരവധി ഗുണങ്ങൾ നിർമ്മിതി അതിനുവേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിർമ്മിതികളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അവർ പ്രതീക്ഷിച്ചിരുന്നത് അടിയന്തര പ്രമേയം സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും വരിക. അതോടുകൂടി ഈ നുണകൾ അന്തരീക്ഷത്തിൽ തുടർച്ചയായി നിലനിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും ആ ഭിന്നിപ്പിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും കഴിയും എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ നാട് ഒരേ മനസ്സോടുകൂടി നിൽക്കണമെന്നും വിഭജനവും വൈര്യവും സാമുദായികമായോ പ്രാദേശികമായോ ഉണ്ടാകരുത് എന്ന ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് 12 മണിക്ക് തന്നെ ഈ ചർച്ചയ്ക്ക് തീരുമാനിച്ചത്. സാധാരണഗതിയിൽ ആ ചർച്ചയിലൂടെ ഇതേവരെ കെട്ടിപ്പോക്കിയ പല നുണകളും തുറന്നു കാട്ടപ്പെടും എന്ന് അവർ ഭയന്നു. അടിയന്തര പ്രമേയ ചർച്ച എങ്ങനെയും ഒഴിവാക്കണം. അതിനുവേണ്ടിയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ സ്പീക്കറുടെ മേശപ്പുറത്തേക്ക് വരെ വലിഞ്ഞു കയറിക്കൊണ്ട് ഈ സഭാ നടപടികളാകെ അലങ്കോലമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത്തരമൊരു പ്രകോപനം ഒരു തരത്തിലും ഒരു ഭാഗത്തുണ്ടായിട്ടില്ല. കേരള നിയമസഭയിൽ ഏറെക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം പറഞ്ഞ ഭാഗം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സഭയുടെ ഒരു നിലവാരമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരു നിലവാരത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നതാണ് തൊട്ട് മുൻപുള്ള പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ആ നിലവാരം ഇല്ലാതായി എന്ന് പറയുന്നതോടെ യഥാർത്ഥത്തിൽ UDF-നകത്തും കോൺഗ്രസിനകത്തും പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ സമീപനത്തോട് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. സഭയുടെ നിലവാരം ഇല്ലാതാക്കുന്ന രൂപത്തിൽ സ്പീക്കറെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അത്തരം ഘട്ടത്തിൽ പാർലമെന്ററി മര്യാദകൾ ഉയർത്തിപ്പിടിക്കുകയും നിയമസഭയുടെ നിലവാരവും ഉയർത്തിപ്പിടിക്കാൻ തന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്വമുള്ള ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി. അദ്ദേഹം അക്കാര്യത്തിൽ വളരെ ശരിയായ നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും സഭാ നേതൃത്വം നൽകുന്ന സ്പീക്കർക്കെതിരെ ഉയർന്നു വന്ന പ്രശ്നത്തെ സഭാനാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അവിടെ നിർവഹിക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് അത്തരത്തിലുള്ള സ്പീക്കർക്കെതിരെയുള്ള പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തെ തുടർന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവസാന ഉത്തരം ആകുമ്പോഴേക്കും പ്രതിപക്ഷം തിരിച്ചു വന്നു കഴിഞ്ഞു. അവർ വന്ന് കാര്യങ്ങളെല്ലാം പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായി. ആദ്യം പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ശ്രീ സണ്ണി ജോസഫും വന്നു. അദ്ദേഹത്തോടൊപ്പം 1-2 MLA-മാരും വന്നു. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളും പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായി വന്നു. പ്രമേയം അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് നോട്ടീസ് എടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അപ്പോൾ പറയാം. കാരണം അടുത്ത അജണ്ടയിലേക്ക്, കാരണം ചോദ്യോത്തരം കഴിഞ്ഞു. റൂൾ 50 എടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് നിശബ്ദനായിരുന്നു. ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. തനിക്ക് നേരെ ഇങ്ങനെ അധിക്ഷേപമുണ്ടായി, അത് തെറ്റാണ് എന്നൊരു വാക്കോ വാചകമോ പറയുകയോ പറയാൻ വേണ്ടി എഴുന്നേൽക്കുകയോ ചെയ്തിട്ടില്ല. മൈക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. എപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത്? പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴാണ് പരിഭ്രാന്തിയോടുകൂടി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത്. അതല്ല, പ്രശ്നം നേരത്തെ ഉള്ളതായിരുന്നുവെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പറഞ്ഞതിനോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നുവെങ്കിൽ ആദ്യം വന്നിട്ട് ചോദ്യോത്തരവേള കഴിയുമ്പോൾ റൂൾ 50 സംബന്ധിച്ച് നോട്ടീസ് എടുക്കുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട് എന്ന് അദ്ദേഹത്തിന് എഴുന്നേറ്റുമെന്ന് പറയാം, മൈക്ക് ആവശ്യപ്പെടാം. ചെയ്തിട്ടേയില്ല. അപ്പോ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന് തീരുമാനിക്കുന്നത് വരെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് പ്രശ്നം വന്നത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ്.
ചർച്ച ചെയ്താൽ കാപഢ്യം തുറന്നു കാട്ടപ്പെടും. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ UDFന് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് അങ്ങേയറ്റം തെറ്റായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. മറ്റു കാര്യങ്ങൾ മറ്റു മന്ത്രിമാർ കൂടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട വ്യവസായ നിയമവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഇന്ന് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണക്കോട്ടകളെല്ലാം നിയമസഭയുടെ തലത്തിൽ ഫ്ലോറിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, ആ നുണകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പ്രതിപക്ഷം ഭീരുക്കളെപ്പോലെ സഭയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷം പൂർണ്ണമായി തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. ഈ സർക്കാരിന്റെ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. ഇവിടെ ശ്രീ പി രാജീവ് പറഞ്ഞല്ലോ, അവരൊട്ടും പ്രതീക്ഷിച്ചതല്ല. അവർ പ്രതീക്ഷിച്ചത് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ ഒരിക്കലും ഗവൺമെന്റ് തയ്യാറാവില്ല എന്നതാണ്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാം എന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് സാധാരണത്തേതുപോലെ ചർച്ച ചെയ്യാമെന്ന് മാത്രമല്ല, സാധാരണ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സഭ 1 മണിക്കാണ് എടുക്കുക. 1 മണിക്കാണ് എടുക്കുക. മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായി ചർച്ച ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ആ വാചകത്തിൽ തന്നെ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ 12 മണിക്ക് നിശ്ചയിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ അതിനു മുമ്പ് നിശബ്ദനായിരുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കഴിഞ്ഞ സഭയിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം സഭ വിട്ടുപോയ സമയത്ത് ഞാൻ നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ തിരിച്ചു വന്ന ഉടനെ പ്രതിപക്ഷ നേതാവ് അവസരം ചോദിച്ചു. ഇന്ന് തിരിച്ചു വന്നിട്ട് പ്രതിപക്ഷ നേതാവ് സ്വസ്ഥമായി സീറ്റിലിരിക്കുകയായിരുന്നു. ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുന്നില്ല. അതിനിടയിൽ ഞാൻ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം സംബന്ധിച്ചൊരു കുറിപ്പ് കൊടുക്കുന്നുണ്ട്, അത് അദ്ദേഹം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹം ശാന്തനായിട്ടും സ്വസ്ഥനായിട്ടും ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്ന് പരിഭ്രാന്തിയിലായി. അപ്പോഴാണ് ഈ ഉപായവുമായി, എങ്ങനെയും ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉപായവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത്. ഇനി പ്രതിപക്ഷ നേതാവിന് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? പ്രതിപക്ഷാംഗങ്ങൾക്ക് അവസരമുണ്ടല്ലോ ചർച്ചയിൽ. പ്രതിപക്ഷ നേതാവിന് അവസരമുണ്ടല്ലോ, അവിടെ പറയാമായിരുന്നല്ലോ. അപ്പോൾ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതിനാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത്. സ്പീക്കറെ വീണ്ടും അധിക്ഷേപിച്ചു. ആദ്യത്തെ അധിക്ഷേപം അപ്പോഴത്തെ സാഹചര്യത്തിലാണെന്ന് വെക്കാം. രണ്ടാമത് വന്നിട്ട് വീണ്ടും അധിക്ഷേപിച്ചത് എന്തിനാണ്? എങ്ങനെയും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ന് കൈ ചൂണ്ടി സ്പീക്കറെ വിളിക്കുന്നത് ഇന്ന് വരെ കേരള നിയമസഭാ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? നിയമസഭയിൽ പലതും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്ന് ഏതെങ്കിലും ഒരു അംഗം കൈ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് സ്പീക്കറോട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ട്? രണ്ടാമത്തെ തവണ. ആദ്യത്തെ തവണയല്ല ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ തവണ. അങ്ങ് എന്നതല്ലേ പാർലമെന്ററി മര്യാദ, അഭിസംബോധനയുടേത്. അപ്പോ അതോടുകൂടി പ്രതിപക്ഷ നേതാവിന് പക്വതയില്ല എന്നാണ് ഞാൻ നടത്തിയ വിമർശനം. അത് ശരിയാണെന്നല്ലേ തെളിയിച്ചത്. പക്വതയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ നിങ്ങൾ എന്ന് വിളിക്കൂ, അതും വിരൽ ചൂണ്ടിയിട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് വിളിച്ചത്? അത് വിളിച്ചത് എങ്ങനെയും സഭ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാവണം, അതാണ് ഉദ്ദേശമെന്ന് മനസ്സിലാക്കിയപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, സഭ തടസ്സപ്പെടുത്തി ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതുകൊണ്ട് അതിന് അനുവദിക്കരുത് എന്ന് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളോടെല്ലാം പറഞ്ഞു, ആ പ്രകോപനത്തിൽ വീഴരുത്.
ചർച്ച നടത്താതിരിക്കാൻ രക്ഷപ്പെടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതുകൊണ്ട് വെല്ലിലേക്ക് ഇറങ്ങാൻ വന്ന അവരെയെല്ലാം ഞങ്ങൾ പിന്തിരിപ്പിച്ചു. അപ്പോ എങ്ങാനും ചർച്ച ചെയ്യേണ്ടി വരുമോ എന്ന് അവസാനം വീണ്ടും ആശങ്ക വന്നപ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ, എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ ഡയസിലേക്ക് എരച്ചു കയറിയത്, വാച്ചന്മാരുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കിയത്? എന്തിനായിരുന്നു? എങ്ങനെയും സഭ തടസ്സപ്പെടുത്താൻ വേണ്ടി, എങ്ങനെയും ഈ ചർച്ചയിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അഭ്യാസം മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഇതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായ പരാജയവുമാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം, ആദ്യത്തെ മണിക്കൂറിൽ കൈവരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഇതുവരെ കേരളത്തിൽ പ്രതിപക്ഷം പലരുടെയും സഹായത്തോടെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നുണകളും തകർന്നടിഞ്ഞ് ചാരമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് പ്രതിപക്ഷം രക്ഷപ്പെടുമെന്ന് കരുതണ്ട. നിയമസഭയെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ ഓടി രക്ഷപ്പെട്ടാൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക. ജനങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷത്തിന് സമാധാനം പറയേണ്ടി വരും. ജനങ്ങളുടെ മുമ്പിലും അവർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ബഹുമാനപ്പെട്ട മന്ത്രി പറയും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാരും ഇവിടെ പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാക്കളോടും പ്രതിപക്ഷ അംഗങ്ങളോടും ചോദിക്കാൻ അവർ നിന്ന് തരാത്തത് കൊണ്ട് നിങ്ങൾ മുഖാന്തരം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണെന്ന് കേരളത്തിന്റെ നിയമസഭയിൽ നടന്നത്? എന്തിനാണ് കേരളത്തിന്റെ നിയമസഭ ബഹിഷ്കരിക്കുന്നത്? ഇപ്പം ഞങ്ങൾ വന്ന് ചേരുന്ന നേരത്ത് ബഹുമാനപ്പെട്ട ഏതൊരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു, നേരത്തെയും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അപകടങ്ങളും നേരത്തെയും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങളും കേരളത്തിന്റെ നിയമസഭയിൽ നടന്നിട്ടുണ്ട്. ശരിയെന്ന് കൂട്ടുക. എന്നാൽ ഇന്ന് നടന്നത് എന്തിനാണ്? കേരളത്തിന്റെ നിയമസഭയിലേക്ക് നിയമസഭ കൂടാൻ തീരുമാനിച്ച് അന്ന് മുതൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കാൻ പറ്റാത്തതിന്റെ കഠിനമായിട്ടുള്ള പ്രയാസം കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിന്റെ നിയമസഭയോടും കാണിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിച്ചതെന്തിനാണ്? ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി അപുക്കമായ ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ? അങ്ങനെയാണെങ്കിൽ രേഖയിൽ നിന്ന് മാറ്റാൻ നിയമസഭാ നടപടി ചട്ടമനുസരിച്ച് വളരെ സൗമ്യമായും വളരെ കഠിനമായും പ്രതിപക്ഷ നേതാവിന് പറയാൻ മൈക്ക് തയ്യാറായി മുമ്പിലിരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ രാവിലെ നടക്കുന്ന അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിൽ അങ്ങനെ ഘട്ടമുണ്ടായാൽ അതിൽ ഉയർത്താൻ തീരുമാനിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാനറുകൾ രാവിലെ തന്നെ ഉയർന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു കാര്യം വളരെ ഉറപ്പാണ്, നിങ്ങളെ പലരും നമ്മളെല്ലാവരും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിന് വാഗ്ദാന ലംഘനത്തിനൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി നിങ്ങൾ മാധ്യമപ്രവർത്തകരോടെല്ലാം പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ ഇത് അലമ്പാക്കി പുറത്തു വന്ന് പത്രസമ്മേളനം നടത്താനുള്ള അല്ലെങ്കിൽ പത്രക്കാരെ കണ്ട് പറയാനുള്ള വാഗ്ദാനം ലംഘിക്കപ്പെടുമോ എന്ന പേടിയുള്ളത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞ പലരോടും സ്വകാര്യമായി പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും രാവിലെ ഇത് നിഷേധിക്കപ്പെട്ട ഒരു ഘട്ടവും ഇല്ലാതിരിക്കെ. സാധാരണ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നു, ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് ചർച്ചയ്ക്കെടുത്തു, ആവശ്യമായ സൗകര്യമുണ്ട്. ഇനി പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഉയർത്താനുള്ള നേരവുമുണ്ട്. ഞാൻ അതൊന്നും കണക്കാക്കാതെ വളരെ ബോധപൂർവം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ചർച്ച ചെയ്താൽ പറയാൻ ബാക്കിയുള്ളതെല്ലാം ഭരണപക്ഷം പറയും എന്ന പേടി കൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നു. ഇത് കേവലം ഒരു നിയമസഭാ ബഹിഷ്കരണമല്ല, കേരളത്തിന്റെ ജനാധിപത്യത്തിനോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. സഭയുടെ നടുത്തളത്തിലിറങ്ങിയതും സഭയുടെ സ്പീക്കറുടെ ചേംബറിൽ കയറിയതുമായിട്ടുള്ള മുന്നനുഭവങ്ങളുണ്ട്, ശരിവെക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രതിഷേധ ശബ്ദം ഉയരേണ്ട വിധത്തിൽ ഏതെങ്കിലും പ്രകോപനം ഉണ്ടായോ? നിങ്ങൾ പൂർണ്ണമായും കേട്ടു നിന്നതല്ലേ? പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ദിവസത്തെയും രാവിലത്തെ പ്രാർത്ഥന അദ്ദേഹം ഇന്നാണ് വെളിപ്പെടുത്തിയത്, ദീർഘമായൊരു കാലത്തിന് ശേഷം. അങ്ങനെയാണോ ഒരു സഭയിൽ അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആരെങ്കിലും ഉന്നയിച്ചാൽ അങ്ങനെയാണോ അതിനോട് പ്രതികരിക്കാവുന്ന ഒരു സംവിധാനം? ഇത് ഞങ്ങൾ നിങ്ങളോടല്ല,
നിങ്ങൾ മുഖാന്തരം നേരത്തെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചോദ്യത്തിന് നിന്ന് തരാൻ തയ്യാറാവാത്ത പ്രതിപക്ഷത്തിനോട് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടുന്ന ഞങ്ങളെ 140 പേരെയും ജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുകൊണ്ട് സഭ അവസാനിപ്പിക്കുമെന്നോ സഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടുമെന്നോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ അജണ്ട ഈ നിയമസഭയിൽ വിലപ്പോകാൻ പോകുന്നില്ല. ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കേണ്ട നടപടിക്രമമുള്ളൊരു ഘട്ടമായിരുന്നു ഇത്. ആ ബില്ലിൽ ധാരാളമായി സംസാരിക്കാൻ അവസരമുണ്ട്. ബില്ലിന് സമയക്രമമില്ല. 12 മണി മുതൽ നമുക്ക് അടിയന്തര പ്രമേയത്തിന്റെ 2-3 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് അവസരമുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാത്ത വിധത്തിൽ രക്ഷപ്പെട്ടു എന്നത് പോട്ടെ, കേരളത്തിന്റെ ജനാധിപത്യത്തിനോട് ഇത്ര കടുത്ത വെല്ലുവിളി നടത്തുന്ന നടപടിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ല, ആ ചോദ്യം സ്പീക്കർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുകയാണ്. മൈക്ക് കൊടുക്കുമ്പോൾ ഹൗസ് ഓർഡറായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കാൻ പോകും. അപ്പൊ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ടാണ് നേരെ മോഡി കയറി സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോടാണ് സ്പീക്കർ ചോദിക്കുന്നത്, ആരാ പ്രതിപക്ഷ നേതാവ്? അപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം എന്താണ്? ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് വ്യക്തമാക്കലാണോ, അതോ അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ച പോലെ ഞങ്ങൾ RSSന് വിധേയമായിരിക്കുന്നു, മലപ്പുറം ഇതാകെ പ്രശ്നമാക്കിയിരിക്കുന്നു, വർഗീയമായ സാമുദായികമായിട്ട് ആളുകളെ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഇതാണോ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്? അത് പ്രതിപക്ഷ മേധാവിന്റെ പക്വതയുടെ നിലവാരമാണ്. ഏതാണ് അവർ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ഞങ്ങളാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളാണെന്ന് കരുതുക, വളരെ സജീവമായി സമൂഹത്തിന് പ്രശ്നം വരും. അത് നിർമ്മിതിയാകാം. ഞങ്ങൾ പറയുന്നു ഒരു ബോധപൂർവമായ നിർമ്മിതിയാണ്, അവർ പറയുന്നു വസ്തുതയാണ്. ആയിക്കോട്ടെ, അതിനൊരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകുന്നു. 12 മണി മുതൽ ആവശ്യാനുസരണം ചർച്ച ചെയ്യാം. അതിലാകെ ഉള്ള ഒരു വ്യത്യാസം, പ്രതിപക്ഷ മേധാവിനും യഥേഷ്ട സമയമെടുക്കാം. ഈ സമയത്ത് പ്രത്യേകത, പ്രതിപക്ഷ മേധാവിന് 10 മിനിറ്റ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആവശ്യം സമയം കൊടുക്കും. അവസാനം അദ്ദേഹം പ്രസംഗിക്കും. പക്ഷെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, മറുപടി മുഖ്യമന്ത്രിയെ പറയാം. മറ്റതാണെങ്കിൽ ഇറങ്ങിപ്പോക്കാണ് അവസാനം. നോട്ടീസ് അവതരിപ്പിക്കും, മുഖ്യമന്ത്രി വിശദീകരിക്കും, പ്രമേയാവതാരകൻ അവതരിപ്പിക്കും, മുഖ്യമന്ത്രി മറുപടി പറയും, സ്പീക്കർ തീരുമാനമെടുക്കും, പിന്നെ ഒരു പ്രസംഗവും, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രസംഗവും. ഇതാണ് സാധാരണ ഒരു സ്ക്രീൻ പ്ലേ. ഇതിലെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടതുമുന്നണിയുടെ MLA-മാർ എല്ലാവരും പ്രസംഗിക്കും, UDF-നും പ്രസംഗിക്കാം, പ്രതിപക്ഷ നേതാവിന് ആവശ്യാനുസരണം പ്രസംഗിക്കാം, മുഖ്യമന്ത്രി അതിനനുസൃതമായി സമയമെടുത്ത് മറുപടിയും പറയും. അപ്പൊ ഇതുവരെ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു കുമിള പോലെ തകർന്നടിയപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ RSSന് വിധേയമായെന്നതല്ല പ്രശ്നം, അല്ലെങ്കിൽ മലപ്പുറത്ത് അധിക്ഷേപിച്ചു എന്നതല്ല പ്രശ്നം. പ്രതിപക്ഷ മേധാവിന് പക്വതയുണ്ടോ ഇല്ലയോ, ആരാണ് പ്രതിപക്ഷ നേതാവ്? ഈ പ്രശ്നത്തിലേക്ക് കേരളത്തിന് പ്രതിപക്ഷം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണേണ്ട വസ്തുത. അതെല്ലാം അതിൻ്റെതായ സ്പീക്കർ അല്ല, ഈ കാപ്പട്ടിക്കാർക്ക് പെട്ടെന്ന് നിലനിൽപ്പിക്കും. വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിനേക്കാളും 7 ചോദ്യം പ്രതിപക്ഷാംഗങ്ങൾ ചോദിക്കേണ്ടതായിരുന്നു. 7 ചോദ്യം ആ അവസരം അവർ പാടാക്കം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പാടി കഴിഞ്ഞല്ലോ. പ്രതിപക്ഷത്തിന്റെ ചോദ്യം സ്റ്റാറായി വന്നതിനേക്കാൾ അപ്പുറത്തല്ലേ സ്റ്റാറിൽ എന്ത് സംഭവിക്കും? സ്റ്റാറിൽ ഈ ചോദ്യം വന്നു കരുതാം, ഒരു മറുപടി, ഒരു ഉപചോദ്യം, വേറൊരു ഉപചോദ്യം, തീർന്നല്ലോ. ഇതോ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ പറ്റുമോ? ഈ പ്രശ്നം തന്നെ സ്റ്റാറായി ഇപ്പൊ അടിയന്തര പ്രമേയത്തെ നോട്ടീസ് അറിയ പ്രശ്നമുണ്ടല്ലോ, അത് സ്റ്റാറായി സഭയിൽ വന്നു കരുതാണ്. ഈ ക്വസ്റ്റിന്റെ പ്രാധാന്യം പരിഗണിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പ്രത്യേക പരിഗണന നൽകി സംസാരിക്കാൻ സഭാ ചട്ടങ്ങൾ വകുപ്പില്ലല്ലോ. ആ വകുപ്പ് കൂടെ തുറന്നു കിട്ടിയേക്കല്ലേ.
എത്ര നന്നായി പ്രസംഗിക്കാൻ പറ്റും, നല്ല പ്രാസംഗികരല്ലോ ഇതെല്ലാം. അതെല്ലാം പറയാലോ, ഞങ്ങളെ കുറിച്ചുള്ളതെല്ലാം പറയാം, നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാം, അതെല്ലാം വിശദീകരിക്കാം, ഞങ്ങൾ മറുപടി കൂടി പറയും. അത്ര മുൻ സ്പീക്കറോട് പറഞ്ഞു. യഥാർത്ഥത്തില് നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്രശ്നമാവൂടല്ലേ? യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്ക് കൊടുത്തു. അസാധാരണമാണ് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ തീരും. അങ്ങനെയാണ് സാധാരണ. അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു, അപ്പോഴും മൈക്ക് അനുവദിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇത് ഡിബേറ്റ് അല്ലല്ലോ, ഡിബേറ്റ് വരാനിരിക്കല്ലേ? വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു. ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത്? അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു. പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിന്റെ ആധികാരികത, ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴ്വഴക്കം? പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലേ? നിങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? പ്രതിപക്ഷ സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വെക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത്? അപ്പൊ കുഴൽനാടനോട് ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ ചോദിച്ചത്? ആരാണ് പ്രതിപക്ഷ നേതാവ്? നിങ്ങളല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഒരിക്കലും വെല്ലിൽ ആള് വെക്കുമ്പോൾ മൈക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇവര് തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തു, സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല. അപ്പൊ അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ്, അതിന് ഞങ്ങള് ഉത്തരവാദിയല്ല. ഞങ്ങളിപ്പോ നിങ്ങളെ അഭിസംബോധന ചെയ്തതിന്റെ പ്രശ്നം ഇഷ്ടംപോലെ നേരമുണ്ടല്ലോ, ഞങ്ങളെല്ലാം കേരളത്തിലുള്ളതല്ല. ഓരോന്നിനും ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറുപടി പറയാം. ഇവിടെ കമലേഷ് ചോദിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രകോപനമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇപ്പോ കമലേഷും അരുണും PG സുരേഷും കൂടി ഒരുമിച്ച് ഞങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ആരാണ് ഏഷ്യാനെറ്റ് പ്രതിനിധി എന്ന് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കില്ലേ? ഞങ്ങൾ മൂന്നാളും ഒരേ സമയം അഭിപ്രായം പറഞ്ഞാൽ ആരാണ് സർക്കാരിന് വേണ്ടി മറുപടി പറയുന്നതെന്ന് കമലേഷ് ചോദിക്കില്ലേ? ഇതുപോലെ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചായി കരുതിയാൽ മതിയല്ലോ. സാധാരണ നിലയിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം എന്താ, ഇന്ന് സഭയിൽ നടന്ന പരിപാടികളുടെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറയുന്നു, നിങ്ങളൊന്ന് കാണുക. എത്ര സഭ TV, ഇപ്പൊ പറഞ്ഞ സഭ TV ഉണ്ടല്ലോ, സഭ TV കാണാം. അല്ല, ഞാൻ പറഞ്ഞ സഭ TVയിൽ കാണാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നേരിട്ട് മാധ്യമങ്ങൾക്കുള്ള ഗാലറിയിലുള്ള നിങ്ങളുടെ അംഗങ്ങളോട് വിശ്വാസമായി ചോദിച്ചാൽ മനസ്സിലാകും എത്ര ഭീകരമായ പ്രകോപനമാണ് ഉണ്ടാക്കിയത്. ആ പ്രകോപനത്തിന്റെ അജണ്ടയ്ക്ക് ഭരണപക്ഷം അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് കുറ്റമായിട്ട് കാണേണ്ടത്. എത്ര ദൃശ്യങ്ങളുടെ അല്ല കമലേഷ്, ദൃശ്യങ്ങളുടെ ഇപ്പോ നമ്മുടെ മുഖ്യ അത് ആ ഭാഗം നമുക്ക് വേറെ എടുക്കാം. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് വള്ളി പുള്ളി 2-3 റിപ്പോർട്ടർമാരൊക്കെ വരുമല്ലോ. ഒരാളിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും, ഇതുവരെയുള്ള ഇതാണ്, ബാക്കി ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കുമല്ലോ. നിങ്ങളുടെ 2-3 മണിക്കൂർ ലൈവല്ലേ പോയത്? നിങ്ങൾക്ക് ഫുൾ ലൈവ് കൊടുക്കാൻ വരുന്നല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ വാദവും 10-40 മിനിറ്റൊക്കെ അദ്ദേഹം ചുരുങ്ങിയ സമയം പ്രസംഗിക്കുമല്ലോ, അതെല്ലാം കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെ കൊടുക്കേണ്ടി വരും, അത്ര മാത്രം പ്രശ്നമുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യമാണ്, കേരളം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാം ഇപ്പോൾ ഓരോ മാധ്യമങ്ങൾ എഴുതുമല്ലോ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ, സമൂഹം അറിയേണ്ട പ്രശ്നങ്ങൾ, ദുരൂഹത, നിഗൂഢത, എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആ അവതരിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ സാധാരണയിൽ വ്യത്യസ്തമായി 1 മണിക്കൂർ മുമ്പ് തന്നെ അനുമതി, ആദ്യത്തെ നിയമസഭാ സെഷനിൽ തന്നെ അനുമതി നൽകിയിരിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം.
ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം സമൂഹത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിപ്പൊക്കിയ കൊട്ടാരം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ആ പ്രാർത്ഥനയിലേക്കുള്ള പടവിന്റെ കൊട്ടാരം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. അത് പെട്ടെന്ന് തകർന്നു പോകും. ഏതാ സാധാരണ നടപടിക്രമം അനുസരിച്ച് അവർക്കറിയാം. അതുകൊണ്ട് ഇനി ഇത് വരരുത്. ഏത് സ്പീക്കറുടെ ഡയസിന്റെ മോളിൽ കയറിയിരിക്കുമ്പോഴാണ് സഭ വർദ്ധിക്കുന്നത്. നല്ല ചോദ്യം. നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുകയെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി ചോദ്യമൊക്കെ ചെയ്യാൻ. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ച് കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി, സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷമാണെന്നാണോ? എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത്? ആവാം, ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നതാവാം, അത് വിരോധമില്ല. പക്ഷെ നിഷ്പക്ഷത അവകാശപ്പെടുന്നെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ അല്ല ഒരു മിനിറ്റ് കൂടി നിങ്ങൾ എല്ലാവരും കുറെ കാലമായി നിയമസഭ നടപടി റിപ്പോർട്ട് ചെയ്തവരല്ലേ? അടിയന്തര പ്രമേയം എന്താ? ആരുടെ ആവശ്യം? ഞങ്ങളുടെ പ്രമേയമാണോ ചർച്ച ചെയ്യണമെന്ന്? സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ആരുടെ? അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ചോദിക്കുന്നത്. അല്ല, അവര് നോട്ടീസ് കൊടുക്കുക, അവരുടെ നോട്ടീസ് ചർച്ച ചെയ്യാന്ന് സർക്കാർ സമ്മതിക്കുക, ആ നോട്ടീസ് ചർച്ച ചെയ്യാൻ വെച്ചപ്പോ ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് അന്തരീക്ഷം ഒരുക്കണ്ടേ? അവിടുന്ന് ഒരു ചോദ്യം അല്ല, അത് നിങ്ങളെ സ്പീക്കറിന് ശ്രദ്ധയപ്പെടുത്തുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം ശ്രദ്ധയപ്പെടുത്തുക. അത് വരുന്നുണ്ട്. നമുക്കെന്താ വിരോധം? ഞങ്ങൾക്കെന്താ വിരോധം? നാട്ടുകാരൊന്ന് കാണട്ടെ, കായികക്ഷമത അറിയുന്നത് നാട്ടുകാർ കാണട്ടെ അവരെന്തെല്ലാമാണ് അവിടെ കാണിച്ചത്. അവരുടെ അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിച്ച ശേഷവും എന്നത് അത് പുറത്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അല്ല, നമ്മൾ ഈ ഉപചോദ്യങ്ങളിൽ നിന്ന് അടുത്ത ഉപചോദ്യങ്ങളിലേക്ക് വിട്ട് ഈ ഹൃദയഭാഗം നഷ്ടപ്പെടരുത്. ഇന്ന് ഇതാ പ്രധാനം. എന്നുവെച്ചാൽ നിങ്ങൾ ഉൾപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്കുള്ളൊരു അവസരം കൂടി നിഷേധിക്കപ്പെടും. മാധ്യമ പ്രവർത്തകരുടെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ടല്ലോ നിങ്ങളെല്ലാവരും, അവർക്കൊരു അവസരം കൂടിയായിരിക്കും. കുറെ ദുരൂഹത, അതുവഴി ജനങ്ങളിൽ നിങ്ങൾ സൃഷ്ടിച്ച കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട്, അതെല്ലാം തുറന്നു കാട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്ക് വിഷമമുണ്ടാവും. അതായിരിക്കും ചിലപ്പോ ഞങ്ങൾ പറഞ്ഞത് അവിടെ മറുപടി വരുമോ എന്നത് നിങ്ങൾക്ക് തോന്നിയെന്ന് വരാം. ഇതൊരു അവസരമായിരുന്നു, അത് നിങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം. അല്ല, ഇത് വളരെ ശാന്ത. നിങ്ങൾ എന്തേ പറയുന്നത്? വളരെ ശാന്തല്ലേ? അല്ല, അതിന് മുമ്പ് ശാന്തല്ലേ? നിങ്ങൾക്ക് ഇതിന്റെ സമയക്രമം മനസ്സിലായില്ലേ? ആദ്യം കഴിഞ്ഞു. സാധാരണ ഞങ്ങൾ രാജ്യസഭയിൽ ലോകസഭയിലൊക്കെ പറഞ്ഞു കേരള നിയമസഭയ്ക്ക് പ്രത്യേകത എത്ര ബഹളം വന്നാലും ചോദ്യോത്തരവേള നടന്നു പോകും സാധാരണ പറയാറുണ്ട്. പക്ഷെ ചോദ്യോത്തരവേള തന്നെ ആദ്യം ബഹളത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നപ്പോ പാർലമെന്റ് കാര്യമന്ത്രി സ്വാഗതം ചെയ്തു. ചോദ്യത്തിനിടയിൽ തന്നെ വന്നു. ശാന്തമായിട്ടിരുന്നു, വളരെ ശാന്തമായിട്ടാണ്. അവിടുത്തെ ആ തണുപ്പിനേക്കാളും തണുപ്പിലാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിരുന്നത് പുറത്തു പോയതിനു ശേഷം. സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ കടലാസുകളും എല്ലാം രേഖകളായിട്ട് ആദ്യം വന്നിരുന്നു. നിങ്ങൾ നോക്കിക്കോ, ആദ്യം വന്ന അദ്ദേഹം വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ റെഡിയായിട്ടിരിക്കുന്ന പോലെ അദ്ദേഹം വാദിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പുറകിൽ 2-3 പേര് വന്നിരുന്നു. ചോദ്യോത്തരവേള നടക്കുമ്പോൾ തന്നെ. അതിനുശേഷം റൂൾ 50 എടുത്ത് ചോദ്യോത്തരവേള കഴിഞ്ഞപ്പോൾ അപ്പോഴും തണുപ്പാണ്. അവിടുത്തെ അകത്തുള്ള തണുപ്പിനേക്കാളും തണുപ്പാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ല. അടിയന്തര പ്രമേയം അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ആശയക്കുഴപ്പമായി. ഉടൻ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവിനടുത്തേക്ക് ലീഗുകാർ വരുന്നു, ഇപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ പുറകിലേക്ക് ആളുകൾ വരുന്നു. എന്ത് ചെയ്യും എന്ന ആകെ പരിഭ്രാന്തിന് പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്നു. എനിക്കൊരു കാര്യം പറയാൻ തന്നെ കണ്ടില്ലേ? ഇത്രയും മോശപ്പെട്ട രീതി നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് നല്ല രീതിയിൽ സമൂഹത്തിലെത്തിക്കും. ഇത്രയും
അല്ല അതൊക്കെ പറഞ്ഞല്ലോ, ആ ഭാഗം പറഞ്ഞല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം ശ്രദ്ധപ്പെടുത്താന്ന് പറഞ്ഞല്ലോ. അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം പറയാന്ന് പറഞ്ഞല്ലോ. മറ്റു നിങ്ങൾക്ക് അതാണോ പ്രശ്നത്? 3-3.5 മണിക്കൂർ നിങ്ങൾക്ക് ലൈവ്, നിങ്ങളുടെ റേറ്റിംഗ് കൂടിയാണ്. ഇതെല്ലാം ചർച്ച തീപാറിന്റെ ചർച്ച ഏതാ ആ അതാണ് നേരത്തെ പാർലമെന്റ് കാര്യമന്ത്രി പറഞ്ഞത്. ഇരട്ടത്താൻ മാത്രം കാപട്യം, അത് മാത്രമല്ല പുകമറ നിലനിർത്തണം, വസ്തുതകൾ ഉണ്ടാകരുത്, തുറന്നു കാട്ടപ്പെടുന്നുള്ള ഭയം. അതാണ് നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അവരവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിൽ നിന്നും ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയപ്പോ ഭയത്തോടുകൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടി എന്ന ആ അപഹാസ്യതയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ആദ്യമായിരിക്കും ചരിത്രത്തിൽ ആദ്യമായിരിക്കും. പ്രതിപക്ഷ നേതാവിനും ഈ നടപടിക്രമങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഭാഗം പരാമർശിക്കപ്പെടുമായിരിക്കും. കാരണം സ്വന്തം അടിയന്തര പ്രമേയത്തിൽ ഒളിച്ചോടിയതിന്റെ ഒരു ഭാഗം നിയമസഭയുടെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു സവിശേഷ അധ്യായം സംഭാവന ചെയ്ത് അപമാനം കൂടി പ്രതിപക്ഷത്തിന് അർഹതപ്പെടുന്നതാണ്. മാത്രമല്ല ഇനി ഈ സഭാ സമ്മേളന കാലത്ത് സഭയിൽ തന്നെ അവർ വരാൻ ധൈര്യപ്പെടുമെന്ന് എനിക്കറിയില്ല. വന്നാൽ പോലും ഇനി അടിയന്തര പ്രമേയമായിട്ട് വരാൻ സാധ്യതയില്ല. താങ്ക് യു.